ഹലോ, നമ്മളിന്ന് ഒരു കസ്റ്റമർ കൊണ്ടുവന്ന സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽസാണ് കേട്ടോ നോക്കണത്. ഇത് 2-3 ഉണ്ടായി. ഇതായിരുന്നു മെയിനായിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ട ഒരു ഫ്രോക്കിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഇത് അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഡ്രസ്സിന് എടുത്തിട്ട് പിന്നെ അത് മൂക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് സിമ്പിളൊരു കാഷ്വൽ ഫ്രോക്കാണ് കേട്ടോ. സിമ്പിളായിട്ടൊരു ഫ്രോക്ക്. ഇതിൻ്റെ അളവാണേ. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ ഇവർക്ക്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഒരു ക്രോപ്പ് ടോപ്പ് വയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അത് ഈ ഒരു ബ്ലൂ, അതിന് ലൈനിങ്ങുമായിട്ടുണ്ടായിരുന്നത്. അതൊരു കോട്ടൺ പോലത്തെ ഒരു മെറ്റീരിയലായിരുന്നു. പിന്നെ ഈ ഒരു ജീൻസിൻ്റെ താഴെ കാലിൻ്റെ അവിടെ കുറച്ച് ലൂസ് ആയതുകൊണ്ട് അതും അടിക്കാനുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സിമ്പിളായിട്ടുള്ളൊരു ഫ്രോക്ക് ആയതുകൊണ്ട് തന്നെ വേറെ ഡെക്കറേഷൻസ് കാര്യങ്ങൾ ഒന്നുമില്ല. ഇതുപോലെ നമ്മളെല്ലാ അളവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഫ്രോക്ക് ആയതുകൊണ്ട് തന്നെ വേറെ സിബ് കാര്യങ്ങളൊന്നും വെച്ചില്ലേ. ബാക്കിൽ ഞാൻ ഹൂക്കാണ് കേട്ടോ കൊടുത്തത്. പിന്നെ കെട്ടാൻ വേണ്ടിയിട്ട് കെട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ സാധാരണ രീതിയിലുള്ളൊരു നോർമൽ ഫ്രോക്കായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഈ കൊണ്ടുവരുന്ന ഡ്രസ്സൊന്നും കറക്റ്റ് സമയത്തിന് കൊടുക്കാൻ എനിക്ക് പറ്റാറേ ഇല്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും എൻ്റെ അടുത്ത് 2 ദിവസം മുന്നേ വേണമെന്നാണ് കേട്ടോ പറയണത്, അവർക്ക് വേണ്ട ഡേറ്റിനും. അപ്പോഴാണ് ഞാൻ ശരിക്കും നമ്മൾ ടിപ്പിക്കൽ ഒരു ടൈലർ ആ ഒരു സെറ്റപ്പിലോട്ട് വന്നതെന്ന് മനസ്സിലാണ് കേട്ടോ. നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് സമയത്തിന് കിട്ടാറില്ലല്ലോ. അങ്ങനെ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ഗ്യാതറിങ്സ് ഒക്കെ കൊടുത്തിട്ട് അത് ചെറിയ പ്ലീറ്റ്സ് കൊടുത്തിട്ട് ഇതുപോലെ ഒരു സിമ്പിൾ ഫ്രോക്കാണ് കേട്ടോ ചെയ്തത്. അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ് ചെയ്തിട്ടുള്ളത്. ബാക്കിൽ ഹൂക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ കെട്ടാൻ വേണ്ടി ടൈയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതായിരുന്നു നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടമായിട്ടുണ്ടെന്നെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ആ വെയിറ്റുള്ള ഫോട്ടോസൊന്നും കിട്ടിയിട്ടില്ല, പക്ഷേ അതെല്ലാം കൂടെ ചേർത്തിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതാണ്. ഇതാണ് കേട്ടോ ഫ്രോക്ക്. എങ്ങനെയുണ്ട്, കൊള്ളാമല്ലേ? പിന്നെ മറ്റേ ക്രോപ്പ് ടോപ്പിൻ്റെതാണ്, അതിങ്ങനെ ഫ്രിൽസൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണ് കേട്ടോ. അത് നല്ല രസമായിരുന്നേ. അപ്പോൾ ഇത് കണ്ടിട്ട് തന്നെ എനിക്ക് അവരുടെ സൈഡിൽ നിന്ന് എനിക്ക് 2-3 ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു, സെയിം മോഡലിൽ തന്നെ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ഞാൻ ഹൂക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ബാക്കിൽ ഹുക്ക് വയ്യും വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ ഫ്രില്ല്. ഇത് അധികം അങ്ങനെ കുഴഞ്ഞ് കിടക്കുന്ന ഒരു മെറ്റീരിയലൊന്നും അല്ല. ഇത്തിരി സ്റ്റിഫായിട്ടുള്ള നമ്മൾ ഒരു റോ കോട്ടൺ പോലത്തെ ഒരു മെറ്റീരിയലായിരുന്നേ. ഇങ്ങനെയാണ് എൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോലെ. ഇതാണ് ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ.